ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് ആണ്. നിങ്ങളുടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് എക്സൽ പബ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജാണ് ഞാൻ ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇതിലിട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എക്സൽ പബ്ലിക്കേഷന് വാങ്ങിച്ചാൽ മതിയായിരിക്കും. ഡോക്ടർ എം നാരായണൻ കുട്ടി ഇത് സാറിൻ്റെ വിമല കോളേജ് ഫോർമൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഫാക്കൽറ്റിയാണ് നാരായണൻകുട്ടി സാർ. സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സൽ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു പേജാണ് ഇതുള്ളത്. അതിൽ ഡെഫിനേഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവും. ഞാൻ എന്തായാലും ഓരോ ക്ലാസ്സിലും ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതായത് റിലേറ്റഡ് ആയിട്ടുള്ള പേജസ് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ഇതിൽ കുറേ ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ക്രൗത്തറുടെ, ഓക്സ്ഫോർഡ് ഡിക്ഷണറി, സേയേഴ്സിൻ്റെ, കിൻലിയുടെ, ജോൺ PGൻ്റെ ഒക്കെ പറയുമെങ്കിലും ഇന്ത്യയിൽ 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട് എന്നൊരു ആക്ട് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് പാസ്സായിരിക്കും 1949. ആ 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ്ങിനെ വാട്ട് ഈസ് ബാങ്ക്, ഡിഫൈൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by check, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇങ്ങനെ ഡെഫിനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചാൽ മതിയാവും. മീനിങ് ഓഫ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഈ ഡെഫിനേഷൻ എഴുതണ്ട, പക്ഷേ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഡെഫിനേഷൻ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ 1949 പ്രകാരം ബാങ്ക് റെഗുലേഷൻ ആക്ട് പ്രകാരം 1949 ബാങ്ക് റെഗുലേഷൻ ആക്ട് ബാങ്കിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബാങ്ക് ലെൻഡ് ചെയ്യണം എന്ന പർപ്പസിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിലോ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മണി ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ആ ഡെപ്പോസിറ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് റീപേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലത്തെ അവർക്ക് വിഡ്രോ എങ്ങനെയൊക്കെ ചെയ്യാം, ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ ഓർഡർ വഴിയോ എങ്ങനെ വേണമെങ്കിൽ അവർക്കത് വിഡ്രോ ചെയ്യാം. ഇത് തന്നെയാണ് ഈ ഡെഫിനിഷൻ ബേസ്ഡ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചും പറയുന്നത്. അത് നമ്മൾ വേറെ ക്ലാസ്സിൽ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ, ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചോളൂ. ഇനി വല്ല മീനിങ് ഒക്കെ ചോദിച്ചെഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് പറഞ്ഞിട്ടുള്ള ബാങ്ക് ക്യാൻ ബി ഡിഫൈൻ, അതും ഡെഫിനേഷൻ മാറ്റിയിട്ട് ബാങ്ക് ആസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽ വിത്ത് മണി ബൈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓർ ലെൻഡിങ് മണി ടു ദി നീഡി പീപ്പിൾ ആൻഡ് ക്യാൻ ഓൾസോ കൺസിഡർ ആസ് എ മാനുഫാക്ചർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് മെഷീനറി ഫോർ ഫെസിലിറ്റി എക്സ്ചേഞ്ച് ഓഫ് മണി. അല്ലെങ്കിൽ ബാങ്ക് ഈസ് എ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് മേക്ക് അഡ്വാൻസസ് ആൻഡ് ലോൺ ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പോൾ സിംഗിൾ സെൻറ്റൻസിലെ മീനിങ് ഓഫ് ബാങ്ക്, ഇപ്പോൾ നിങ്ങൾ ബാങ്കുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ എന്തായാലും വാട്ട് ഈസ് ബാങ്ക് എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ആ ബാങ്കിന് നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാനൊരു ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഈസ് ലൈസൻസ് ടു ആക്സെപ്റ്റ് മണി ആൻഡ് ലെൻഡിങ് ലോൺസ് എന്ന് പറഞ്ഞിട്ട് മേക്ക് ലോൺസ് എന്ന് പറഞ്ഞിട്ട് ഡെഫിനേഷൻ പറയുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഡെഫിനേഷനോ മീനിങ്ങോ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എപ്പോഴും ഒരു സബ്ജക്റ്റിൻ്റെ മീനിങ്, ആ സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണോ ആ സബ്ജക്റ്റിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നിങ്ങൾ പഠിച്ചിരിക്കുക തന്നെ വേണം. എങ്കിലാണ് അത് നമുക്ക് പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ഡെഫിനേഷൻ മീനിങ് ചോദിക്കാത്ത സ്ഥലത്താണെങ്കിൽ പോലും ഒരു എസ്സേയിൽ ചോദിക്കുകയാണ് വാട്ട് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ നിങ്ങൾ ബാങ്കിങ് എങ്ങനെ എഴുതണം? ഇൻട്രൊഡക്ഷനിൽ വാട്ട് ഈസ് ബാങ്ക് എന്ന് എഴുതണം. ഒരു എസ്സേ വരികയാണ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് എന്ന് ചോദിച്ചൊരു എസ്സേ വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ബാങ്ക് എന്നൊരു ഇൻട്രൊഡക്ഷനിൽ എഴുതാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് മീനിങ് ഓഫ് ബാങ്കും ഡെഫിനേഷൻ ഓഫ് ബാങ്കും നിങ്ങൾ നന്നായി പഠിക്കണം. ഏതാണ് നിങ്ങൾക്ക് ഈസി മീനിങ് പഠിക്കാൻ, മീനിങ് പഠിച്ചോളൂ. പക്ഷേ ഡെഫിനേഷൻ ഇത് പഠിക്കുന്നതായിരിക്കും നന്നാവുക. 1949 പ്രകാരം നമ്മൾ ഈസി ടാസ്ക് ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട്. വേറൊരു കുട്ടി അളവ് വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ബാങ്ക് ഈസ് എ ഡീലർ ഇൻ ഡെപ്റ്റ് ആൻഡ് ഹിസ് ഓൺ ആൻഡ് അതർ പീപ്പിൾ. അതിനേക്കാൾ ഏറ്റവും നല്ലത് bank means accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by the check, draft, order otherwise. ഈ ഡെഫിനേഷൻ പഠിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും 2-3 ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് ഇത്ര കാര്യങ്ങളാണ്. മീനിങ് ഓഫ് ബാങ്കിങ്ങിൻ്റെ മീനിങ് ഓഫ് ബാങ്കും ബാങ്കിങ്ങിൻ്റെ ഡെഫിനേഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്കുമാണ്. ഓക്കെ, താങ്ക് യു.